നമസ്കാരം. കാലം മാറിയപ്പോൾ ഗൾഫിലെ തൊഴിൽ സാഹചര്യങ്ങളും മാറി. ഒരു കാലത്ത് പ്രവാസികൾക്ക് അഭയമായിരുന്ന മണ്ണ് ഇന്ന് സ്വദേശിവൽക്കരണത്തിന്റെ പുതിയ അധ്യായങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. നാഫീസ് പോലുള്ള പദ്ധതികൾ സ്വദേശി യുവാക്കൾക്ക് സ്വകാര്യ മേഖലയിൽ അവസരങ്ങൾ നൽകുന്നു. ഇത് സ്വാഭാവികമായും പ്രവാസികളുടെ തൊഴിൽ സുരക്ഷയെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. നാഫീസ് കാരണം പല കമ്പനികളും സ്വദേശി ജീവനക്കാരെ നിയമിക്കാൻ നിർബന്ധിതരാവുകയാണ്. ഈ നിയമനങ്ങളിൽ മാത്രമല്ല, സ്ഥാനക്കയറ്റങ്ങളിലും പ്രവാസികൾക്ക് ഒരു വെല്ലുവിളിയുണ്ട്. കണക്കുകൾ അനുസരിച്ച് സ്വദേശീവൽക്കരണ പദ്ധതിയായ നാഫീസിലൂടെ 4 വർഷത്തിനുള്ളിൽ 1.34 ലക്ഷം പേർ സ്വകാര്യ മേഖലയിൽ ജോലി നേടിയിട്ടുണ്ട്. ഇതിൽ പകുതിയിലേറെയും സ്ത്രീകളാണ്. അതായത് കണക്ക് നോക്കിയാൽ 75,600 സ്ത്രീകൾ ഇതിനകം തന്നെ ജോലി നേടിയെടുത്ത് കഴിഞ്ഞു. ഇമറാത്തി ടാലന്റ് കോമ്പറ്റീവ്നെസ് കൗൺസിൽ പ്രോഗ്രാം അനുസരിച്ച് 50 അതിൽ കൂടുതലോ ജീവനക്കാരുള്ള സ്വകാര്യ കമ്പനികൾ വർഷത്തിൽ 2% സ്വദേശിവൽക്കരണം നടപ്പാക്കണമെന്നാണ് നിയമം. കമ്പനികളുടെ സൗകര്യാർത്ഥം 6 മാസത്തിലൊരിക്കൽ, അതായത് ജൂൺ ഡിസംബർ മാസങ്ങളിൽ 1% വീതം സ്വദേശികളെ നിയമിക്കാനും അനുമതിയുണ്ട്. ഡിസംബർ 31 ഈ വർഷത്തെ 2% പൂർത്തിയാക്കണം. നിയമം ലംഘിക്കുന്ന കമ്പനികൾക്ക് ആളൊന്നിന് മാസത്തിൽ 8,000 ദിർഹം വീതവും വർഷത്തിൽ 96,000 ദിർഹവും പിഴയായി ഈടാക്കും. പിഴസംഖ്യ 6 മാസത്തിലൊരിക്കൽ 48,000 ദിർഹം ഒന്നിച്ചടയ്ക്കാനും സൗകര്യമുണ്ട്. കൂടാതെ ഈ വിഭാഗം കമ്പനികളെ കുറഞ്ഞ ഗ്രേഡിലേക്ക് തരം താഴ്ത്തുകയും ചെയ്യും. 20 മുതൽ 49 ജീവനക്കാർ വരെയുള്ള കമ്പനികൾ വർഷത്തിൽ ഒരു സ്വദേശിയെ നിയമിക്കണമെന്ന സമയപരിധിയും ഡിസംബർ 31 അവസാനിക്കും. IT, റിയൽ എസ്റ്റേറ്റ്, വിദ്യാഭ്യാസം, നിർമ്മാണം, ആരോഗ്യ സംരക്ഷണം എന്നിവ ഉൾപ്പെടെ 14 മേഖലകളിലെ 68 പ്രൊഫഷണൽ സാങ്കേതിക തസ്തികകളിലാണ് സ്വദേശിവൽക്കരണം നടപ്പാക്കിയിട്ടുള്ളത്. സ്വദേശിവൽക്കരണം പൂർത്തിയാക്കിയ കമ്പനികളെ തൗത്തീൻ പാർട്ട്നേഴ്സ് ക്ലബിൽ ഉൾപ്പെടുത്തും. സർക്കാർ സേവന ഫീസിൽ 80% ഇളവ് ലഭിക്കുന്നതിന് പുറമെ ഇതര സർക്കാർ സേവനങ്ങളിൽ മുൻഗണനയും ലഭിക്കും. പ്രവാസികൾ ഇത്രയും കാലം കെട്ടിപ്പടുത്ത തൊഴിൽ പരിചയത്തിനും കഴിവിനും ഇവിടെ പ്രാധാന്യം കുറയുന്നുണ്ടോ എന്ന ആശങ്ക പലർക്കുമുണ്ട്. സ്വദേശിവൽക്കരണത്തിന് നിയമപരമായ പിന്തുണയുണ്ട്. നിയമം പാലിച്ചില്ലെങ്കിൽ വലിയ പിഴകൾ കമ്പനികൾ നൽകേണ്ടി വരും. ഇത് പ്രവാസികളുടെ തൊഴിൽ സുരക്ഷയ്ക്ക് ഭീഷണിയാണ്. ഒരു ജോലി നഷ്ടപ്പെട്ടാൽ പുതിയൊരെണ്ണം കണ്ടെത്താൻ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങൾക്കനുസരിച്ച് പ്രവാസികളും തയ്യാറെടുക്കേണ്ടതുണ്ട്. പലപ്പോഴും പുതിയ വിസ നിയമങ്ങളും തൊഴിൽ കരാറുകളും പ്രവാസികളെ ഭാവിയെക്കുറിച്ചുള്ള ഉറപ്പുകൾ ഇല്ലാതാക്കുന്നു. പ്രവാസ ജീവിതം എന്നതിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ സാഹചര്യങ്ങളെ പ്രവാസികൾ അതിജീവിച്ചേ മതിയാകൂ. മാറിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങളും സ്വദേശിവൽക്കരണത്തിന്റെ കർശനമായ നടപടികളും ഗൾഫിലെ പ്രവാസി സമൂഹത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഒരു കാലത്ത് സുരക്ഷിതമായിരുന്ന തൊഴിൽ സാഹചര്യങ്ങൾ ഇന്ന് നാഫീസ് പോലുള്ള പദ്ധതികളിലൂടെ പുനർനിർവചിക്കപ്പെടുകയാണ്. കണക്കുകൾ സൂചിപ്പിക്കുന്നത് സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഈ മാറ്റം പ്രവാസികളുടെ ജോലി സുരക്ഷിതത്വത്തെയും ഭാവിയെയും നേരിട്ട് ബാധിക്കുന്നുണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ വെറും തൊഴിൽ പരിചയത്തിൽ മാത്രം ആശ്രയിക്കാതെ പുതിയ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് സ്വയം നവീകരിക്കുകയും പുതിയ കഴിവുകൾ നേടുകയും ചെയ്യുന്നവർക്ക് മാത്രമേ ഈ മാറ്റങ്ങളെ അതിജീവിക്കാൻ സാധിക്കൂ. പ്രവാസ ജീവിതം ഒരു നിർണായക ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ അതിജീവനത്തിനുള്ള വഴി നിയമങ്ങൾക്കനുസരിച്ച് വഴങ്ങാനും പുതിയ അവസരങ്ങൾ തേടാനും തയ്യാറെടുക്കുക എന്നതാണ്. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.